ഹായ് ഹലോ വെൽക്കം ടു കറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ജമ്മുവിൽ അവിടെ നെല്ലിക്ക മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു. ഫ്രഷാണ്. അത് കുറച്ചൊക്കെ പറിച്ചപ്പം ഇതുപോലെ തന്നെ കേടായിട്ടുണ്ട്. എന്നാൽ അത് കേടൊക്കെ ഉള്ളതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കഴുകിയതിന് ശേഷം ഇതുപോലെ തുടച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ച് നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ ചീനിച്ചട്ടിയാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. നല്ലതായിട്ട് വെന്തതിന് ശേഷം വേണം ശർക്കര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ശർക്കര ഇടുന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കും കഴിക്കണമല്ലോ. അതുകൊണ്ട് ശർക്കരയാണ് ഇട്ടേക്കുന്നത്. പിന്നെ പനക്കൽക്കണ്ടം കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് കുറച്ച് ജീരകവും പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കണം. ഫുൾ വെള്ളവും നല്ലതായിട്ട് വറ്റിച്ച് എടുക്കണം. എന്നാൽ മാത്രമേ കേടാവാതിരിക്കത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. വെള്ളം നല്ലതായിട്ട് വറ്റുകയും ചെയ്യണം. നമുക്ക് വെള്ളം വറ്റി വരാറാകുമ്പോഴത്തേന് തേൻ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കണം. അതും ഇതുപോലെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് തേൻ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഏകദേശം വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ്. രക്തക്കുറവിനും വളർച്ചയ്ക്കും പിന്നെ വൈറ്റമിൻ സി അങ്ങനെ എല്ലാത്തിനും നല്ലതാണ്. വെറും വയറ്റിൽ രാവിലെ എണീക്കും വെറും വയറ്റിൽ 1 സ്പൂൺ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് തണുത്തതിന് ശേഷം നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഒരു ദിവസം അതിൽ തന്നെ വെച്ചിരുന്നു. അതിന് ശേഷം നെക്സ്റ്റ് ഡേയിലാണ് നല്ല ഒരു കണ്ടെയ്നറായിട്ട് മാറ്റി ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. വലിയവർക്കും എല്ലാ ദിവസവും വെറും വയറ്റിൽ നമുക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ അധികം ശർക്കര ഇട്ടിട്ടില്ല. അത് കാരണത്ത് അത്രയും മധുരമില്ലായിരുന്നു. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.